കഥയുടെ തുടക്കത്തിൽ ഒരു ചെറിയ ബോട്ടാണ് കാണിക്കുന്നത്. ആ ബോട്ടിനുള്ളിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഇവാൻ ഉണ്ട്. ഇവാനെ കുറച്ച് പോലീസുകാർ പിടിച്ചു വെച്ചേക്കാണ്. അവൻ എന്തോ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവനെ ജയിലിലിടാൻ കൊണ്ടുവന്നേക്കാണ്. പക്ഷെ സാധാരണ ജയിലല്ല, ഈ കുട്ടികളെ ഇടുന്ന ജയിലാണ്. അവൻ മൈനർ ആയതുകൊണ്ട് തന്നെ അവന് ജയിലിലിടാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ അവന്റെ കൂടെ ഒരു പയ്യനുണ്ട്. അവനെ ഇവിടുത്തെ ജുനൽ ഹോമിൽ കൊണ്ടാക്കാൻ വന്നേക്കാണ് പോലീസുകാര്. അതുപോലെ തന്നെ ഇതൊരു ഐലൻഡ് ആണ് കേട്ടോ. ആ ഐലൻഡിലാണ് ഈ പിള്ളേരെ എല്ലാരെയും കൊണ്ടുവന്ന് ഇടാനായിട്ട് പോകുന്നത്. ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടും പറ്റത്തില്ല. എന്തായാലും ആ ബോട്ട് കരയ്ക്കാവുന്ന സമയത്ത് ഇവാനെയും അതുപോലെ തന്നെ കൂടെ വന്ന പയ്യനെയും വിളിക്കാനായിട്ട് അങ്ങോട്ടൊരു മാനേജർ വരുന്നുണ്ട്. ഈ ഒരു സ്ഥലമൊക്കെ നോക്കി നടത്തുന്ന ഒരു ടീച്ചറാണ്, അതുപോലെ തന്നെ മാനേജറുമാണ്. അങ്ങനെ അവന്മാരെ വിളിച്ചുകൊണ്ട് ആ ഒരു സ്കൂളിൽ വരികയാണ്. പഠിപ്പിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ജോലിയും ചെയ്യിപ്പിക്കും, നന്നാവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് മുമ്പോട്ടുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഈ രണ്ടുപേരെ ഇവാനെയും അതുപോലെ തന്നെ കൂടെ വന്ന ആ പയ്യനെയും കൂടെ കൊണ്ടുവന്നിട്ട് മുടി വെട്ടിക്കളയാണ്. ഇവർക്ക് മുടി വെട്ടാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ മുടി വെട്ടണം. മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇവന്മാരുടെ തുണിയൊക്കെ ഊരി മാറ്റാണ്. എന്നിട്ട് വേറെ തുണി കൊടുത്തിട്ട് യവന്മാരെ ആ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടും. യവന്മാര് പോയി തുണി മാറാനായിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ യവന്മാരെ കാണാനായിട്ട് കുറച്ചധികം കുട്ടികൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവര് വരുമ്പോഴായിരിക്കും ഇവരിങ്ങനെ മുഴുവനെയും നടന്നു വരുന്നത്. ആദ്യം വന്ന പയ്യനെ നമുക്ക് C5 എന്ന് പറയാം. ഇവിടെ കോഡ് വെച്ചിട്ടാണ് ഓരോ ആൾക്കാരെയും പേരിടുന്നത്. അതുകൊണ്ട് ഇപ്പൊ മുഴുവൻ ഇറങ്ങി പോകുന്ന പയ്യൻ C5. ഇവാന് നമുക്ക് ഇവാനെന്ന് തന്നെ പേര് കൊടുക്കാം. C5 നല്ല നാണത്തിലാണ് ഇറങ്ങി പോകുന്നത്. എല്ലാരും അവൻ തുണിയില്ലാതെ നടന്നു പോകുന്നത് കാണുന്നില്ലേ? എന്നാൽ ഇവാൻ ഇത് വലിയ കാര്യമൊന്നുമല്ല. അവൻ തുണിയില്ലാതെ നല്ല കൂളായിട്ടാണ് നടന്നു പോകുന്നത്. അപ്പൊ അങ്ങോട്ടൊരു പയ്യൻ അവനെ ബുള്ളി ചെയ്യാനായിട്ട് വരുമെങ്കിലും ഇവന്റെ നോട്ടത്തില് ബുള്ളി പയ്യൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോവാണ്. ഇവാനും അതുപോലെ തന്നെ C5 കൂടെ തൊട്ടടുത്ത് തന്നെ തുണി മാറുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി തുണി മാറുകയാണ്. ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം ഇവാനെ ടീച്ചറാണെങ്കിൽ പ്രിൻസിപ്പാളിന്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പ്രിൻസിപ്പൾ അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ നല്ല സ്ട്രിക്റ്റ് ആണ്. സാധാരണ മനുഷ്യന്മാരോട് പെരുമാറുന്ന പോലല്ല ഇവിടത്തുള്ള ടീച്ചർമാരും പ്രിൻസിപ്പളും കുട്ടികളോട് പെരുമാറുന്നത്. ഇവന്മാര് കുറ്റങ്ങൾ ചെയ്തു വന്നത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് പെരുമാറുന്നത്. പറഞ്ഞതുപോലെ ചെയ്തോണം ഇവിടുത്തെ കുട്ടികൾ. ഇവനെ കൊണ്ടുവന്ന് ചെറിയൊരു ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ വിളയാനായിട്ട് നോക്കിയാൽ അവന് പുറത്തു പോകാനായിട്ട് സാധിക്കത്തില്ല. അവന് ജയിലിലോട്ടായിരിക്കും പറഞ്ഞു വിടാനായിട്ട് പോകുന്നത്. ഇവിടെ നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവന് ജയിലിൽ പറഞ്ഞു വിടത്തില്ല. ഒരു പ്രായമാകുമ്പോൾ, അതായത് കുറച്ച് വർഷം കഴിയുമ്പോൾ അവൻ ഈ ജയിലിൽ നിന്ന് പറഞ്ഞു വിടും. അവന് പുറത്തു പോയി സുഖമായിട്ട് ജീവിക്കാം. എന്തായാലും ഇവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കും ആ റൂമിലോട്ട് പ്രിൻസിപ്പളിന്റെ ഭാര്യ വരുന്നത്. ഭാര്യയും പ്രിൻസിപ്പളും ഒരുമിച്ചാണ് ഈ ഐലൻഡിൽ താമസിക്കുന്നത്. ഈ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങൾ പറഞ്ഞ ആ ക്രൂരനായിട്ടുള്ള പയ്യനെന്ന്? ഇവാൻ ആരെയോ കൊന്നിട്ടാണ് ഈ ഐലൻഡിലോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എന്താണ് കറക്റ്റായിട്ടുള്ള കഥയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇപ്പം ഇവാൻ ആണെങ്കിൽ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ജോലികളൊക്കെ ചെയ്യണം. ഇവാൻ പുതിയതായിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഇവാന്റെ കൂടെ വേറൊരു പയ്യനെ പറഞ്ഞു വിടുന്നുണ്ട്. അവന് നമുക്ക് ബഡ്ഡി എന്ന് പേര് കൊടുക്കാം. അങ്ങനെ ബഡ്ഡിയും ഇവാനും കൂടെ ജോലി ചെയ്യാനായിട്ട് ആ ഐലൻഡിന്റെ ഒരു ഭാഗത്ത് പോവാണ്. ഇവന്മാരെ തുറന്നു വിട്ടേക്കാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടൊന്നും പറ്റത്തില്ല. അതിനുള്ള വഴിയില്ല. നീന്തി പോകാനും പറ്റത്തില്ല. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇവന്മാര് ഫ്രീസായി മരിച്ചു പോകും. ഇതേ നേരം തന്നെ C5 കാണിക്കുകയാണെങ്കിൽ, അതായത് ഇവാന്റെ കൂടെ വന്ന ആ പയ്യനില്ലേ, അവനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഈ കല്ല് പറക്കി മതിൽ കെട്ടുന്ന ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവനെ കൊണ്ട് നല്ല രീതിയിൽ കല്ല് പറക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇത് കാണുന്ന അവിടെ നിൽക്കുന്ന ഒരു മുത്തപ്പനാണെങ്കിൽ, അതായത് അവരുടെ ടീച്ചർ തന്നെയാണ്, അങ്ങനെ വന്നിട്ട് C5 കല്ല് പണിയൊന്നും എടുക്കണ്ട, പകരം ലോണ്ടറിയിൽ പോയി പണിയെടുത്തോളം പറയും. തുണി കഴുകുന്ന പണിയില്ലേ, അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. കഴിക്കുന്നതും തേക്കുന്നതും മാത്രമായിട്ടുള്ള പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവനോട് തുണി കഴുകുന്ന സെക്ഷനിൽ പോകാനായിട്ട് പറയും. ഇതേ നേരം തന്നെ ഇവാനെയും അതുപോലെ തന്നെ ബഡ്ഡീനെയും കാണിക്കുകയാണെങ്കിൽ ഇവര് വന്നിട്ട് എന്തൊക്കെയോ കിളച്ച് വാരിയിടാണ്. അതായത് എന്തോ മണ്ണോ അങ്ങനെ എന്തോ സാധനങ്ങൾ കിളച്ച് വാരിക്കൊണ്ട് പോവാണ്. അവിടെ നിൽക്കുമ്പോഴായിരിക്കും ഇവാൻ ദൂരെയായിട്ട് എന്തോ ഒരു ചെറിയ കെട്ടിടം കാണുന്നത്, ഒരു ചെറിയ ബിൽഡിങ്. അതെന്താണെന്ന് ബഡ്ഡിയോട് ചോദിക്കുമ്പോൾ ബഡ്ഡി പറയും, അതിനുള്ളിൽ ചെറിയൊരു ബോട്ടുണ്ട്. ആ ബോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന്. പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ടൊന്നും പറ്റത്തില്ല. അത് പൂട്ടിയൊക്കെ വെച്ചേക്കാണ്. ഇവാന് ആ ഒരു ഷെഡ് പോയി കാണണമെന്നുണ്ട്. ആ ഒരു കെട്ടിടമില്ലേ, അവിടെ പോയാലോ എന്ന് ബഡ്ഡിയോട് ചോദിക്കുമ്പോൾ അവിടെ പോകാൻ പാടില്ല. അവിടെ പോവാണെങ്കിൽ വലിയ പ്രശ്നവും, എല്ലാവരും വന്ന് പ്രശ്നം ഉണ്ടാക്കും, ടീച്ചറിന്റെ നടി കിട്ടുമെന്ന് ഇവാനോട് പറയും. പക്ഷെ ഇവാൻ ഇത് കേൾക്കത്തില്ല. ഇവാൻ പതിയെ നടന്ന് ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് വാതിലിന്റെ ഇടയിലൂടെ അകത്തോട്ട് നോക്കും. അകത്തോട്ട് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു വഞ്ചിയുണ്ട്. അതെടുത്ത് വേണമെങ്കിൽ തുഴഞ്ഞു പോകാം. പക്ഷെ അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഡോറൊന്നും തുറക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരമായിരിക്കും അവൻ സൈഡിൽ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടീനെ കാണുന്നത്. ചെറിയൊരു നായ, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു നായയാണ്. ആ നായയുടെ പിന്നാലെ തന്നെ പ്രിൻസിപ്പളിന്റെ ഭാര്യയും വന്നിട്ടുണ്ട്. പ്രിൻസിപ്പളിന്റെ ഭാര്യയ്ക്ക് ഇവനെ കാണുമ്പോൾ പേടിയാവും. ഒരാളെ കൊന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായനെ വിളിച്ച് പെട്ടെന്ന് തന്നെ അവിടെ ഓടി പോവാണ്. ഇവാനും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിച്ച് നടന്നു പോകുമ്പോഴായിരിക്കും കുറച്ചധികം ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അതായത് ടീച്ചർമാരാണ്, മറ്റൊന്നുമല്ല. ബഡ്ഡി ആണെങ്കിൽ പോയി പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഒറ്റി കൊടുത്തു. ഇതാണെങ്കിൽ ഇവാൻ ആ ഒരു ഷെഡ് നോക്കാൻ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബഡ്ഡി നല്ലൊരു മനുഷ്യനൊന്നുമല്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പളിന്റെ കൂടെ ബഡ്ഡി നിൽക്കുകയാണെങ്കിൽ ബഡ്ഡിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം. അവന്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാം. അതുകൊണ്ടാണ് പ്രിൻസിപ്പളിന്റെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ഇവാനെ ഒറ്റി കൊടുത്തത്. ഇതറിഞ്ഞിട്ട് കുറെ അധികം ആൾക്കാർ വന്നിട്ട് ഇവാനെ തൂക്കിയെടുത്തുകൊണ്ട് പോവാണ്. മാനേജറും ഉണ്ട്. മാനേജർ ഒരു ചൂരലെടുത്ത് ഇവാന് ശിക്ഷ കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച് അവന്റെ കയ്യിൽ പല തവണയായിട്ട് അടിക്കുന്നുണ്ട്.
വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ബഡ്ഡിയും പ്രിൻസിപ്പാളും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽപ്പുണ്ട്. ഇതേ നേരം തന്നെ C5നെ കാണിക്കുകയാണെങ്കിൽ C5 ലോണ്ടറിയിൽ പണിയെടുക്കുന്നുണ്ട്. C5 ഈ ലോണ്ടറിയിൽ പണിയെടുക്കുന്ന കാര്യം നമ്മുടെ മാനേജർ ആണെങ്കിൽ ആരും അറിയാതെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. ഈ മാനേജറിന് എന്തോ ഒരു ഉദ്ദേശം മനസ്സിലുണ്ട്, പക്ഷെ എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അന്ന് രാത്രിയാവുന്ന നേരത്ത് എല്ലാരും കിടന്നുറങ്ങാണ്. ഇവിടെ കിടന്നുറങ്ങാനായിട്ട് ഒരു സമയമുണ്ട്. അതിനപ്പുറത്തോട്ട് പോയാൽ എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടും. ആര്? മാനേജർ വന്നിട്ട് എല്ലാരെയും ചവിട്ടിക്കൂട്ടും. മാനേജർ വന്നിട്ട് എല്ലാരെയും ഉറക്കാനായിട്ട് കിടത്തുകയാണ്. എണീറ്റ് അപ്പ അടിയാണ്. എല്ലാത്തിനെയും കിടത്തിയതിനു ശേഷം ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ C5 ഇല്ലേ, ഇവന്റെ കൂടെ വന്ന ആ പയ്യൻ, അവനാണെങ്കിൽ രാത്രി എണീറ്റിട്ട് അവന്റെ ക്ലോക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് അവിടെ എല്ലാം തിരക്കി നടക്കും. ഈ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് മാനേജർ വരുന്നുണ്ട്. മാനേജറിന് എന്തോ നേരത്തെ അറിയാവുന്നത് പോലെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ബുള്ളി പയ്യനുണ്ട്. അവന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ബുള്ളി പയ്യനോട് ക്ലോക്ക് ചോദിക്കും. പക്ഷെ എന്റെ ഇല്ലെന്നാണ് ബുള്ളി പയ്യൻ പറയുന്നത്. എന്നാൽ ബുള്ളി പയ്യനെ മാറ്റി നിർത്തിയിട്ട് ബുള്ളി പയ്യന്റെ കട്ടിലിൽ നോക്കുമ്പോൾ അതിനകത്ത് C5ന്റെ ക്ലോക്ക് ഉണ്ട്. അതിനർത്ഥം ബുള്ളി പയ്യൻ അത് മോഷ്ടിച്ചതാണ്. ആ ക്ലോക്ക് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ C5ന്റെ കൊടുക്കുകയാണ് ഈ ഒരു മാനേജർ. മാനേജറിന് നമ്മുടെ C5ന് എന്തോ ഇഷ്ടമുള്ളതുപോലാണ് മാനേജർ പെരുമാറുന്നത്. ഈ ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് മാനേജർ ബുള്ളി പയ്യന്റെ അടുത്ത് തിരിച്ചു വരും. എന്നിട്ട് ബുള്ളി പയ്യന്റെ മുഖം പിടിച്ച് അവിടുത്തെ ഒരു ഡെസ്കിൽ ഒറ്റ അടിയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ചെയറിനകത്ത് പിടിച്ച് നിർത്തിയിട്ട് രാവിലെ വരെ ഉറങ്ങാതെ അതിന്റെ മുകളിൽ നിൽക്കാനായിട്ട് പറയും. ആ ബുള്ളി പയ്യന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് രാത്രി അവിടെ നിൽക്കുകയാണ്. ഒരാളുടെ സാധനം കട്ടത് കൊണ്ടാണ് ഈ ഒരു ക്രൂരത അവനോട് കാണിച്ചത്. അവന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, പകരം ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടാണ് അവന് ശിക്ഷ കൊടുക്കുന്നത്. എന്തായാലും അന്നത്തെ രാത്രി മുഴുവനും ആ ബുള്ളി പയ്യൻ കസേരയിൽ അങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴായിരിക്കും ആ പയ്യനും കസേരയിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അടുത്തത് എന്താ? മുഖം കഴുകണം. അതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേരും പോയി മുഖം കഴുകുവാണ്. അതിന്റെ കൂട്ടത്തിൽ ബുള്ളി പയ്യനും പോയി കഴുകുന്നുണ്ട്. അന്നേരമായിരിക്കും ഇവാൻ അങ്ങോട്ട് വരുന്നത്. ഇവാൻ വരുമ്പോൾ എല്ലാ പയ്യന്മാരും മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവാൻ വന്നിട്ട് അവിടുത്തെ പൈപ്പിൽ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഈ ബുള്ളി പയ്യൻ സമ്മതിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ്. ഇവാന് നല്ല ദേഷ്യം വന്നിട്ട് ഈ ബുള്ളി പയ്യന്റെ തല പിടിച്ച് താഴെ ഒറ്റ അടിയാണ്. അതുപോലെ തന്നെ അവിടെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ പിടിച്ച് മുക്കാണ്. ഓന്തക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവാൻ പതിയെ ആരും അറിയാതെ അവിടെ നിന്ന് നടന്ന് മാറിപ്പോവും. സാറന്മാരെ വല്ലതും കാണുവാണെങ്കിൽ വലിയ പ്രശ്നവും. എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടുന്നോ അതിനനുസരിച്ച് അവരുടെ ശിക്ഷാ കാലാവധിയും കൂടും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിളയാനായിട്ട് ഇവിടെ പറ്റത്തില്ല. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ്. ഇവ രാത്രി ഉറങ്ങാൻ നേരത്ത് അവന്റെ ഒരു ലെറ്റർ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഇവാന് വായിക്കാൻ അറിയത്തില്ല, അതുപോലെ തന്നെ എഴുതാനും അറിയത്തില്ല. ഇത് മനസ്സിലാക്കുന്ന ബഡ്ഡിയാണെങ്കിൽ ഇവാന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവാനോട് ചോദിക്കും, നിനക്ക് വേണമെങ്കിൽ ആ ലെറ്റർ ഞാൻ വായിച്ചു തരാന്ന്. പക്ഷെ ഇവാൻ അറിയാം ബഡ്ഡിയാണ് അവൻ ഒറ്റ കൊടുത്തതെന്ന്. എന്നാൽ ആ ഒരു ദേഷ്യമൊന്നും ഇവാന് മനസ്സിലില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് മാനേജർ കയറി വരുന്നത്. എന്നിട്ട് C5നെ വിളിക്കും. C5ന് നല്ല രീതിയിൽ പാട്ട് പാടാനായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് വന്ന് പാട്ട് പാടാൻ പറഞ്ഞിട്ട് C5നെ വിളിച്ചിട്ട് മാനേജർ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഇവാനും അതുപോലെ തന്നെ ബഡ്ഡിയും കൂടെ ഒരു സ്ഥലത്ത് പോരുന്ന ആ ലെറ്റർ വായിക്കുകയാണ്. ആരോ ഇവാന് വേണ്ടി എഴുതിയൊരു ലെറ്ററാണ്. പക്ഷേ ആരാ എഴുതിയെന്ന് ബഡ്ഡി ചോദിക്കുമ്പോൾ ഇവാൻ പറയുന്നില്ല. ഏതോ ഒരു പെൺകുട്ടിയാണ് അവന് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്. അത് ആ ഒരു എഴുത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അത് അവന്റെ കാമുകിയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് ഇവാൻ ആ ഒരു ബഡ്ഡിയോട് പറയുന്നില്ല. അതൊന്നും നീ അറിയേണ്ടെന്നാണ് ഇവാൻ ബഡ്ഡിയോട് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ഇവാൻ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം എല്ലാ പയ്യന്മാരും കൂടെ കുളിച്ച് നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ട്. അതിനുശേഷം അസംബ്ലിയാണ്. അസംബ്ലിയിൽ വന്ന് നിൽക്കുമ്പോൾ മാനേജർ ആണെങ്കിൽ എല്ലാ പിള്ളേരെയും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മമാർക്ക് വൃത്തിയുണ്ടോ നാറ്റം ഉണ്ടോ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ ഇവാനെ വന്ന് മണപ്പിച്ച് നോക്കുന്നുണ്ട്. ഇവാൻ മുഖത്തടിച്ചതുപോലെ തന്നെ ചോദിക്കും, എന്തിനാ മണപ്പിച്ച് നോക്കുന്നത്? ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലാന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന മാനേജറിന് ദേഷ്യമാവും. മാനേജർ അവന് ശിക്ഷ കൊടുക്കുകയാണ്. എന്താ ശിക്ഷ എന്നറിയാമോ? അതായത് ഒരു കൂമ്പാരം കല്ല്, കുറെ അധികം കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ കൂട്ടിയിട്ട കല്ലെല്ലാം കൂടെ പറക്കിക്കൊണ്ട് വന്ന് ഒരു സൈഡിൽ ഇടണം. അങ്ങനെ ഇവാൻ ആ ശിക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവാൻ ഒരു സൈഡിൽ നിന്ന് കല്ല് പറക്കി മറ്റേ സൈഡിൽ കൊണ്ടിടും. ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. അന്നേരമായിരിക്കും പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത്. പ്രിൻസിപ്പൾ വന്നിട്ട് ഇവാനോട് പറയും, ഇപ്പൊ പറക്കിക്കൊണ്ടിട്ട കല്ലെല്ലാം കൂടെ തിരിച്ച് പറക്കിക്കൊണ്ടിടാൻ. അവന് വേറെ മാർഗ്ഗമില്ല. അവൻ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. അവസാനം അവൻ ഗതി കിട്ടിട്ട് അതേപോലെ തന്നെ ചെയ്യാണ്. ആ പറക്കിയിട്ട കല്ല് വീണ്ടും അതിന്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതിനുശേഷം രാത്രിയാകുമ്പോൾ അവൻ തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ബുള്ളി പയ്യനാണെങ്കിൽ ഇവാൻ എഴുതി വെച്ചേക്കുന്ന ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ എടുത്തിട്ട് എല്ലാവരുടെ മുമ്പിലും ഉറക്കെ വായിക്കുകയാണ്. അതാരോ സ്നേഹത്തോടെ ഇവാന് വേണ്ടി എഴുതിയ ഒരു ലെറ്ററാണ്. അത് എല്ലാവരുടെ മുമ്പിലും വായിക്കുമ്പോൾ ഇവാന് ദേഷ്യം വരത്തില്ലേ? ഇവാൻ ഓടി വന്ന് ബുള്ളിനെ താഴെ ഇട്ട് മുഖം നോക്കി പല തവണയായിട്ട് ഇടിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ബഡ്ഡി കയറി ഇവാനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ശബ്ദം കേട്ടിട്ട് ടീച്ചർമാരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മൂന്നെണ്ണത്തിനെയും കൂടെ പിടിച്ചോണ്ട് വന്ന് പ്രിൻസിപ്പളുടെ റൂമിന്റെ പുറത്ത് നിർത്തും. ആരെയൊക്കെ? നമ്മുടെ ഇവാന്, അതുപോലെ തന്നെ ബുള്ളി പയ്യനെ, പിന്നെ ബഡ്ഡീനെ. ഈ മൂന്നെണ്ണത്തിനെ പുറത്ത് നിർത്തിയിട്ട് മാനേജർ പോയി പ്രിൻസിപ്പളിനെ കണ്ട് ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ശിക്ഷ മറ്റൊന്നുമല്ല, കാട്ടിൽ പോയി മരം വെട്ടണം. എന്നിട്ട് ആ മരവും വലിച്ചുകൊണ്ട് തിരിച്ചു വരണം. അങ്ങനെ അവന്മാരെയും കൊണ്ട് മാനേജർ ആണെങ്കിൽ കാട്ടിൽ പോകും. അതും ഒരുപാട് നടന്നിട്ടും ഓടിയിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്ന് മരം വെട്ടുന്നുണ്ട്. എന്നിട്ട് ആ മരത്തിന് ഒരുപാടധികം കഷ്ടപ്പെട്ട് മൂന്നുപേരും കൂടെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ അവന്മാർക്ക് എന്തൊക്കെ കഴിക്കാനായിട്ടും കൊടുക്കുന്നുണ്ട്. എന്തോ ബക്കറ്റിലുള്ള എന്തോ വൃത്തികെട്ട ഫുഡാണ് കേട്ടോ. അത്ര ടേസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ എന്തോ വേസ്റ്റ് പോലത്തെ ഫുഡൊക്കെയാണ് അവന്മാർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അടികൂടിയതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ. ഇതിനുശേഷം അന്ന്
രാത്രി ഇവന്മാരെ പ്രത്യേക ഒരു സെല്ലിലാണ് കൊണ്ടുവന്ന് പൂട്ടിയിടുന്നത്. ഈ 3 പേരെ മാത്രം ഒരു സെല്ലില്. ഇപ്പൊ ഇവന്മാർ ഒരുമിച്ച് വർക്ക് ചെയ്തത് കൊണ്ട്, അതായത് ഒരുമിച്ച് ജോലി ചെയ്തത് കൊണ്ട് തന്നെ വഴക്കൊക്കെ മാറിയിട്ടുണ്ട്. വലിയ പിണക്കമൊന്നുമില്ല. എന്നാലും ബുള്ളി ചെയ്തത് തെറ്റാണ് കേട്ടോ. ഇവാൻ എഴുതി വെച്ച ലെറ്റർ എടുത്തുകൊണ്ട് പോയി എല്ലാവരുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചില്ലേ, അത് മോശമല്ലേ? അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം ആവുകയാണ്. ഈ മരം മുറിക്കുന്ന നേരത്ത് മരം മുറിക്കുന്ന ഒരു ബ്ലേഡ് പൊട്ടി പോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം ഇവാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇവന്മാർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇവന്മാരെ കാണാനായിട്ട് പ്രിൻസിപ്പൾ വരാണ്. അങ്ങനെ പ്രിൻസിപ്പൾ ഇവന്മാരുടെ ആ ഒരു കഷ്ടപ്പാട് മാറ്റി കൊടുക്കുകയാണ്. ഇനി കാട്ടിൽ ജോലി ചെയ്യണ്ട, പകരം പഴയതുപോലെ ആ പഴയ ജീവിതത്തിൽ പോവാന്ന് പറയും. എന്ന് വെച്ചാൽ ആ പിള്ളേരുടെ കൂടെ തന്നെ ഇവന്മാർക്ക് താമസിക്കാം, അതുപോലെ തന്നെ ജോലി ചെയ്യാം. ഇതുപോലെ കാട്ടിൽ വന്ന് വെറുതെ മരം വെട്ടേണ്ട കാര്യമില്ലല്ലോ. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർ ആ പിള്ളേരുടെ കൂടെ തന്നെ ജോലി ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം ഫുഡ് കഴിക്കാനായിട്ട് ഇവാനും അതുപോലെ തന്നെ ബഡ്ഡിയും കൂടെ വന്നിരിക്കും. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ട്. അവന്റെ എന്തോ ഒരു ജീവി കൊണ്ട്, എന്തോ മുയലോ അതുപോലത്തെ എന്തോ ജീവിയാണ്. ഈ മുയലിനെ കണ്ടിട്ട് കൂടെ ഉള്ള ആൾക്കാർ ഇവനെ കളിയാക്കും. ആ മുയലിനെ ഇങ്ങ് തരുമോ, എനിക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവൻ തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, തരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ പിള്ളേർ അവനോട് ദേഷ്യപ്പെടുമ്പോൾ മാനേജർ ഒരു തടി എടുത്തോണ്ട് അവന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഈ മുയലുള്ളവന്റെ വായിൽ ആ ഒരു തടി വെക്കാനായിട്ട് പറയും. അവൻ തെറ്റൊന്നും ചെയ്തില്ല, ബാക്കിയുള്ള ആൾക്കാർ തെറ്റ് ചെയ്തിട്ടും എവനെയാണ് ശിക്ഷിക്കുന്നത്. ഈ സ്കൂളിൽ അങ്ങനെയൊക്കെയാണ്. ഒരക്ഷരം ടീച്ചർമാരോട് എതിർത്ത് പറയാനായിട്ട് പറ്റില്ലല്ലോ. ടീച്ചർമാരുടെ തെറ്റുണ്ടെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റത്തില്ല. ടീച്ചർമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് അനങ്ങാ പറയപ്പോൾ അങ്ങനെ നിന്നോണം. അതാണ് ഈ സ്കൂളിന്റെ പ്രത്യേകത. അന്ന് രാത്രിയാവുന്ന നേരത്ത് ഇവാനും അതുപോലെ തന്നെ ബുള്ളി പയ്യനും കൂടെ പ്രിൻസിപ്പളിന്റെ അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ചെറിയൊരു ഷെഡ് ഉണ്ട്, അവിടെ വരുന്നുണ്ട്. എന്തിനാണോ എന്തോ അവിടെ വന്നിട്ട് അവന്റെ ഉള്ള കത്തിയില്ലേ അത് ഇൻസുലേഷൻ ചെയ്ത് വെക്കുകയാണ്. അതിനൊരു പിടിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ജോലിക്ക് വരികയാണ്. ഇന്ന് C5-നാണെങ്കിൽ ലോണ്ടറിയിൽ പണിയെടുക്കണ്ട, പകരം ഫീൽഡിൽ പണിയെടുക്കണമെന്ന് പറയും. കൃഷിപ്പണിയൊക്കെ ചെയ്യണമെന്ന് പറയും. അതേപോലെ തന്നെ പ്രിൻസിപ്പൾ സമ്മതിക്കുകയാണ്. അങ്ങനെ അവൻ ഫീൽഡിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്. എന്ത് പണിയാണെന്നറിയോ? അതായത് ഈ കച്ചിയൊക്കെ ഇല്ലേ, ഈ ഉണക്കപ്പുല്ല്, അതിനെ കെട്ടി വെക്കണം. അങ്ങനെ കെട്ടി വെക്കണമെങ്കിൽ തന്നെ കത്തി വേണമല്ലോ. ആ കത്തി വെച്ച് അതിനെല്ലാം അറുത്ത് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമായിരിക്കും മാനേജർ വന്നിട്ട് C5-നെ തിരക്കുന്നത്. C5 എന്ന് വിളിച്ച് അങ്ങനെ നടക്കാണ്. ഇത് കണ്ടിട്ട് C5 പെട്ടെന്ന് പേടിച്ചു പോയിട്ട് അവന്റെ കയ്യിൽ മനഃപൂർവ്വം അവൻ പലതവണയായിട്ട് വെട്ടി മുറിവുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചോര വരുന്നുണ്ട്. ഇത് നമ്മുടെ ടീംസ് കാണുകയാണ്. അതായത് നമ്മുടെ ഇവാനും അതുപോലെ തന്നെ ബഡ്ഡിയും രണ്ടുപേരും കൂടെ ഓടി വന്നിട്ട് C5-നോട് എന്താ പറ്റിയെന്ന് ചോദിച്ച് അവനെയും വിളിച്ച് മെഡിക്കൽ റൂമിൽ വരും. അവിടെ തന്നെ നേഴ്സ് ഉണ്ട്. നേഴ്സ് അവന്റെ കയ്യിൽ പറ്റിയ മുറിവൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അന്നേരം ഇവാനാണെങ്കിൽ അവിടെ ചെറിയൊരു താക്കോല് തൂങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട്. അത് നൈസിന് അടിച്ചു മാറ്റാണ്. എവിടത്തെ താക്കോലാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു താക്കോല് നൈസിന് അടിച്ചു മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ആരും കാണുന്നില്ല. അന്ന് രാത്രിയാണെങ്കിൽ ഇവാനും അതുപോലെ തന്നെ ബുള്ളി പയ്യനും ഇപ്പൊ അമ്മ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഈ രണ്ടവന്മാരും കൂടെ ഷെഡിൽ പോയിരിക്കുന്നുണ്ട്. അതായത് ആ സ്കൂളിൽ നിന്ന് കുറച്ച് അകലത്തുള്ള ഒരു ഷെഡാണ്. അവിടെ പോയിട്ട് ഇവാന്റെ കയ്യിലിരിക്കുന്ന താക്കോല് കെട്ടി വെക്കുകയാണ്. അതിങ്ങനെ കിളിങ്ങി ശബ്ദം കേൾക്കാതിരിക്കാനായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്മാരന്ന് കാട്ടിൽ പോയപ്പോൾ വിശക്കുമ്പോൾ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചാൽ എന്തായാലും വല്ലാതാവും, അല്ലെങ്കിൽ വയ്യാതാവും. അപ്പൊ ഇവന്മാർ രണ്ടുപേരും കൂടെ അത് വെട്ടി മുറിച്ച് തിന്നുകയാണ്. എന്നിട്ട് താക്കോലും കത്തിയും കൂടെ ഇവാൻ അവന്റെ പാന്റിന്റെ അകത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ആർക്കും സംശയം തോന്നാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അന്ന് രാത്രി തന്നെ ഇവാനും അതുപോലെ തന്നെ ബുള്ളി പയ്യനും കൂടെ വയ്യാതാവുകയാണ്. ഉറക്കത്തിൽ കിടന്ന് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. എല്ലാ ആൾക്കാരും കൂടെ പൊക്കി പിടിച്ച് ഇവന്മാർ രണ്ടുപേരും മെഡിക്കൽ റൂമിൽ കൊണ്ടാക്കും. ആ മെഡിക്കൽ റൂമിൽ തന്നെ C5 കിടപ്പുണ്ട്. എന്തായാലും എല്ലാവരും മെഡിക്കൽ റൂമിൽ നിന്ന് പോയതിനു ശേഷം ഇവാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കും. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബുള്ളി പയ്യനെ തട്ടി എണീപ്പിക്കുകയാണ്. എണീക്ക്, നമുക്ക് പോവാൻ സമയം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ബുള്ളിക്ക് ബോധമില്ല. അതുകൊണ്ട് തന്നെ ഇവാൻ അവന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ എടുത്തിട്ട് അവിടുത്തെ വാതിൽ തുറക്കാണ്. ചെറിയൊരു ജനൽ പോലത്തെ വാതിൽ. അത് തുറന്നിട്ട് അതുവഴി എസ്കേപ്പ് ആയി പോകും. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഈ ഒരു കാര്യം C5 കാണുന്നുണ്ട്. C5 ആ മെഡിക്കൽ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവാൻ ആണെങ്കിൽ ഓടി ആ ഷെഡിന്റെ അടുത്ത് വരുന്നുണ്ട്. ബോട്ടുള്ള ഷെഡില് അവിടെ വന്നിട്ട് അത് ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടേക്കാണ്. എന്നാൽ പലകയിലാണ് ചങ്ങല വെച്ച് പൂട്ടിയിട്ടേക്കുന്നത്. അത് കട്ട് ചെയ്താൽ മതി. അവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബ്ലേഡ് എടുത്ത് അത് മുറിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അപ്പോഴായിരിക്കും അങ്ങോട്ട് C5 വരിക. C5 വന്നിട്ട് C5-നെ കൂടെ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോകുന്നു ചോദിക്കും. പക്ഷെ ഇവാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. തിരിച്ച് ഓടി പൊയ്ക്കോളാൻ പറയും. C5 പല പ്രാവശ്യമായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് എന്നെ കൂടെ കൊണ്ടുവന്ന്. പക്ഷെ ഇവാൻ കേൾക്കത്തില്ല. C5-ന് ആകെ വിഷമം വന്നിട്ട് അവൻ തിരിച്ചോടുകയാണ്. ഓടി നേരെ ആ ഒരു സ്കൂളിൽ ചെന്നിട്ട് മാനേജറിനെ വിളിക്കും. മാനേജറിന്റെ റൂമിൽ ചെന്ന് കൊട്ടി മാനേജറിനെ വിളിക്കും. മാനേജർ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ C5 കാര്യം പറയാണ്. ഇവാൻ ഇത് കണക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് നിൽക്കുകയാണെന്ന്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ, കുറെ അധികം ടീച്ചർമാരുണ്ട്, അവരെല്ലാരും കൂടെ ആ ഒരു ഷെഡിന്റെ അടുത്തോട്ട് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഷെഡൊക്കെ തുറന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ അകത്ത് ബോട്ടും ഇല്ല. അതിനർത്ഥം ഇവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നീട് എല്ലാ ആൾക്കാരും കൂടെ തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ മാനേജർ ആണെങ്കിൽ C5-നെ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. C5-നെ റൂമിലൊക്കെ കൊണ്ടാക്കിയിട്ട് മാനേജർ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇത് കാണുന്ന പിള്ളേർക്ക് ദേഷ്യം വരും. ഇവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒറ്റി കൊടുത്തത് C5 അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേർക്കും C5-നോട് വെറുപ്പുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും വിളിച്ചൊരു അസംബ്ലി കൂട്ടുന്നുണ്ട്. എല്ലാവരും നിരനിരയായിട്ട് നിൽക്കുകയാണ്. എല്ലാ കുട്ടികളും. അങ്ങോട്ട് പ്രിൻസിപ്പൾ വന്നിട്ട് ഒരു പ്രസംഗം പറയും. ഇവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ
അവൻ എന്തായാലും പോലീസ് തൂക്കും, തിരിച്ചെന്തായാലും ഈ ജയിലിൽ തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിക്കല്, നിന്നെയൊക്കെ തിരിച്ചു പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു പ്രസംഗം കൊടുക്കുകയാണ്. ഈ നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ബഡ്ഡി അവിടെ നിൽപ്പുണ്ട്. ബഡ്ഡിക്ക് നല്ല വിഷമായിട്ടുണ്ട്. അതായത് ഇവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോ അവനെ വിളിച്ചില്ലല്ലോ, അവന്റെ കൂടെ തന്നെ എപ്പോഴും ബഡ്ഡി ഇല്ലായിരുന്നോ, ആ ഒരു വിഷമത്തിലാണ് ബഡ്ഡി അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസവും അന്നത്തെ ദിവസം നമ്മുടെ പുള്ളിപ്പയ്യനൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അവന്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് അവൻ തിരിച്ചു വന്നേക്കാണ് മെഡിക്കൽ റൂമിൽ നിന്ന്. അവൻ ഇവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയെന്ന് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. ആരും ഇതുവരെ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല, പക്ഷെ ഒരാൾ രക്ഷപ്പെട്ടു പോയെന്ന് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അന്നത്തെ അവന്റെ ബോധക്ഷയം കാരണമല്ലേ പോകാൻ പറ്റാഞ്ഞ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇവാനോട് ദേഷ്യമൊന്നുമില്ല. വീണ്ടും കുറേയധികം ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. ഒരു ദിവസം കുറെ പോലീസുകാർ നമ്മുടെ ഇവാനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ കുറേയധികം പോലീസുകാർ അവനെ കണ്ടുപിടിച്ചു, എന്നിട്ട് പിടിച്ചോണ്ട് വന്നേക്കാണ്. ഇവാനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികളും ഓരോ സ്ഥലത്ത് നിന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബഡ്ഡിയും കാണുന്നുണ്ട്. അങ്ങനെ ഇവാനെ പിടിച്ചോണ്ട് വന്ന് പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവാന്റെ മുതുകത്ത് കുറേയധികം വരകൾ ഇടുകയാണ്. കൂടെ തന്നെ ബഡ്ഡി ഉണ്ട് കേട്ടോ. ബഡ്ഡിനോട് പ്രിൻസിപ്പൾ പറയും ആ വടിയെടുത്ത് നമ്മുടെ ഇവാന്റെ മുതുകത്ത് അടിക്കാനായിട്ട്. അങ്ങനെ ബഡ്ഡീനെ കൊണ്ടാണ് ഇവാന്റെ മുതുകത്ത് പല തവണയായിട്ട് അടിക്കുന്നത്. ഇവാൻ അടിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പ്രിൻസിപ്പൾ പറഞ്ഞാൽ കേട്ടേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവന്റെ ശിക്ഷാ കാലാവധി കൂടും. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ തന്നെ പല തവണയായിട്ട് അവന്റെ മനസ്സ് സമ്മതിക്കാതെ തന്നെ അവൻ ഇവാനെ അടിക്കുകയാണ്. അങ്ങനെ ഇവാന്റെ മുതുകത്ത് ഒരുപാടധികം പാടുകൾ വീഴുന്നുണ്ട്. ഇവാൻ നല്ല രീതിയിൽ കരയുന്നുണ്ട് വേദന കാരണം. അന്ന് രാത്രി അടിയൊക്കെ കൊണ്ട് ഇവാൻ വരുമ്പോൾ ബഡ്ഡീനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പിള്ളേരും ആ ഒരു വാഷ്റൂമിൽ നിൽപ്പുണ്ട്. ഇവാന് നല്ല ദേഷ്യം വന്നിട്ട് നീ എന്തിനാ പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് എന്നെ അടിച്ചതെന്ന് പറഞ്ഞ് ബഡ്ഡിയുടെ അടുത്ത് ചെന്ന് അടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. രണ്ടും കൂടെ താഴെ കിടന്ന് ഉരുളുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും പോയി പിള്ളേർ ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്നില്ല, ടീച്ചർമാരോട് പറയുന്നില്ല. പകരം അവന്മാർ ആ റൂമിൽ നിന്ന് മാറുകയാണ്. ആ അടി അവിടെ നിൽക്കുന്നുണ്ട്. വലിയ അടിയൊന്നും ആവുന്നില്ല. അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളിയതാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം ബഡ്ഡി ആണെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. തൊട്ട് മുന്നിലായിട്ട് C5 ഇരിപ്പുണ്ട്. C5ന്റെ കഴുത്തിൽ ഈ ഒരു ബഡ്ഡി നോക്കുമ്പോൾ ആരോ കടിച്ചു മുറിച്ചതുപോലെ പാടുണ്ട്. ആരെങ്കിലും കടിച്ചു മുറിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു പാട് വരത്തുള്ളൂ. ബഡ്ഡിക്ക് സംശയം തോന്നിയിട്ട് ഈ ഒരു C5നെ പിന്തുടരാനായിട്ട് തുടങ്ങും. അങ്ങനെ പിന്തുടരുമ്പോൾ ഒരു കാര്യം കണ്ട് ബഡ്ഡി ഞെട്ടിപ്പോവാണ്. എന്ത് കാര്യമാണെന്നല്ലേ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് കണ്ടിട്ട് ബഡ്ഡി ആണെങ്കിൽ പ്രിൻസിപ്പളിനെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പളിനോട് വിവരം പറയും. ഇത് കണക്ക് C5ഉം അതുപോലെ തന്നെ മാനേജറില്ലേ, ആ മാനേജറുമായിട്ട് ബന്ധമുണ്ടെന്ന്. എങ്ങനത്തെ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് ബന്ധമാണെന്ന്? അതായത് ഈ C5നെ മാനേജർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബഡ്ഡി കണ്ടുപിടിച്ചു. അത് വന്ന് പ്രിൻസിപ്പളിനോട് പറയുമ്പോൾ പ്രിൻസിപ്പൾ വിശ്വസിക്കത്തില്ല. അനാവശ്യ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഡ്ഡിയുടെ മുഖം നോക്കി ഒറ്റ അടിയാണ്. ബഡ്ഡിക്ക് ഒരക്ഷരം ഇണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബഡ്ഡി അവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോവാണ്. ഈ അടിയും കൊണ്ടിട്ട് ബഡ്ഡി നേരെ പോകുന്നത് C5ന്റെ അടുത്താണ്. C5 ഈ സമയം ലോണ്ടറിലുണ്ടായിരുന്നു. ലോണ്ടറിൽ ചെന്നിട്ട് C5നോട് പറയും എന്റെ കൂടെ വാ, പ്രിൻസിപ്പളിനോട് നമുക്ക് ഈ കാര്യം പറയാന്ന് പറഞ്ഞിട്ട്. എന്നാൽ C5ന് ഇത് പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പറയുവാണെങ്കിൽ തന്നെ ഈ മാനേജർ ഇടപെട്ടിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞ് ഈ രണ്ടും കൂടെ ചേർന്നിട്ട് ഇവന്റെ ശിക്ഷാ കാലാവധി കൂട്ടിയാലോ, എപ്പം വേണമെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ കാല് മാറാം, ടീച്ചർമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊന്നിക്കും. അതുകൊണ്ട് തന്നെ C5 വേണ്ടെന്നാണ് പറയുന്നത്. ബഡ്ഡിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ടീച്ചർമാരെല്ലാം ഒത്തുചേർന്നേ പ്രവർത്തിക്കത്തുള്ളൂ. പിന്നീട് C5 ആണെങ്കിൽ ലോണ്ടറിയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പ്രിൻസിപ്പൾ വന്ന് C5നെ കാണുന്നുണ്ട്. എന്നിട്ട് C5നോട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ ജോലിയൊക്കെ മാറ്റി തരണമെന്ന്. ഈ പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, മാനേജർ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ C5 ഒന്നുമില്ല, എനിക്ക് എന്റെ ജോലി ഒന്ന് മാറ്റി തന്നാൽ മതി, ഇനി തൊട്ട് ഞാനും കാട്ടിൽ പോയി പണിയെടുത്തോളാം എന്ന് പറയും. അങ്ങനെ പ്രിൻസിപ്പൾ അവന് കാട്ടിൽ പോയി പണിയെടുക്കാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. നേരത്തെ കൈ മുറിച്ചത് കൊണ്ട് തന്നെ അവനെ വീണ്ടും ലോണ്ടറിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാട്ടിൽ പോയി പണിയെടുക്കുമ്പോൾ അവനെ കൊണ്ട് നല്ല രീതിയിൽ കഴിയുന്നില്ല. ഇത് കാണുന്ന അവിടെ നിൽക്കുന്ന മുത്തപ്പൻ അവനോട് പറയും നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇങ്ങനെ പണി ചെയ്യണമെങ്കിൽ എന്തായാലും നിന്നെ വീണ്ടും ലോണ്ടറിയിലോട്ട് തന്നെ പറഞ്ഞു വിടുമെന്ന്. ഇത് കേൾക്കുമ്പോൾ C5ന് നല്ല വിഷമാവുന്നുണ്ട്. പിന്നീട് ജോലിയൊക്കെ കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഇവാനും ഉണ്ട്. ഇവാൻ നോക്കുമ്പോൾ നമ്മുടെ C5ന്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഇല്ലേ, ഒരു ചെറിയ ക്ലോക്ക്, അതൊരു പയ്യനാണെങ്കിൽ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ആ പയ്യനോട് ഇവാൻ ചോദിക്കും. അപ്പൊ ഈ പയ്യൻ പറയും അത് C5 അവന് കൊടുത്തതാണെന്ന്. സാധാരണ C5 അവന്റെ ക്ലോക്ക് ആർക്കും കൊടുക്കാറില്ല. അത്രയും സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന സാധനം C5 ഒരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവാൻ എന്താ മനസ്സിലാവുക? ഇവാൻ പെട്ടെന്ന് തന്നെ ടെൻഷനായിട്ട് കടൽ തീരത്തോട്ട് ഓടാനായിട്ട് തുടങ്ങും. കാരണം എന്തോ പറ്റിയെന്ന് അവന് മനസ്സിലായി. അങ്ങനെ കടൽ തീരത്ത് ചെല്ലുമ്പോൾ ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടിപ്പോവാണ്. C5 കടലിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന ഇവാനാണെങ്കിൽ അടുത്ത് ഓടി ചെന്നിട്ട് ആ ഒരു മൃതശരീരത്തിനെ വലിച്ച് കരയിലോട്ട് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള പിള്ളേരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബഡ്ഡിയൊക്കെ ഓടി വന്ന് ഇവാനെ സഹായിക്കുന്നുണ്ട് ആ ബോഡി വലിച്ചുകൊണ്ട് വരാനായിട്ട്. അതേപോലെ പ്രിൻസിപ്പളും ഭാര്യയും ആ കടൽ തീരത്തോടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പളും ഈ ഒരു കാര്യം കാണുകയാണ്. പ്രിൻസിപ്പൾ ഈ പിള്ളേരെല്ലാരും കൂടെ കൂടിയിരിക്കുന്നിടത്തോട്ട് വരും. ഇവാൻ ആ നേരം കൊണ്ട് C5ന്റെ പോക്കറ്റ് എല്ലാം പരിശോധിച്ചു. പോക്കറ്റിൽ നോക്കുമ്പോൾ കുറെ അധികം കല്ലുകൾ വാരിയിട്ടിട്ടുണ്ട്. അതായത് ഈ വെയിറ്റ് കാരണം മുങ്ങിച്ചാവാൻ വേണ്ടിയിട്ടാണ് C5 അങ്ങനെ ചെയ്തത്. ആത്മഹത്യക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. അതുപോലെ തന്നെ C5 മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രിൻസിപ്പൾ വന്നിട്ട് ബാക്കിയുള്ള പിള്ളേരെ എല്ലാരെയും കൂടെ വിരട്ടി അവിടെ നോട്ടിച്ചു വിടും. സ്കൂളിൽ പോടാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അവിടെ നോട്ടിച്ചു വിടുകയാണ്. കൂടെ
തന്നെ ഇവാനെയും പറഞ്ഞു വിടുന്നുണ്ട്. ഇവാന് പോകാൻ മനസ്സില്ലെങ്കിലും അവൻ അവിടെ നിന്ന് പോവാണ്. എല്ലാവരും കൂടെ തിരിച്ച് റൂമിൽ വരുമ്പോൾ അങ്ങോട്ട് പ്രിൻസിപ്പൾ വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് കള്ളം പറയാണ്. അതായത് C5 ആത്മഹത്യ ചെയ്തതല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പോയതാണ്, എന്നാൽ മുങ്ങി മരിച്ചു എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ഇവാന് ദേഷ്യമാണ് വരുന്നത്. കാരണം ഇവാന് നന്നായിട്ട് അറിയാം ഇതൊരിക്കലും അവൻ നീന്തി രക്ഷപ്പെടാനായിട്ട് നോക്കിയതല്ല, പകരം ആത്മഹത്യ ചെയ്തതാണ്. എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നീട് അവന്മാരെല്ലാവരും കൂടെ വീണ്ടും പണിക്ക് പോവാണ്. അങ്ങനെ പണിക്ക് പോകുമ്പോൾ C5ന്റെ ബോഡി കുതിര വണ്ടിയിൽ കൊണ്ടുപോകുന്നത് അവന്മാർ കാണുന്നുണ്ട്. ഇതിനുശേഷം എല്ലാ ആൾക്കാരും കൂടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ മാനേജർ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം മാനേജർ C5ന് എന്തോ ചെയ്തിട്ടാണ് C5 ആത്മഹത്യ ചെയ്തതെന്ന്. എന്തായാലും C5 അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇവാൻ ആണെങ്കിൽ എണീറ്റ് നിൽക്കും. ഇവാന് സത്യങ്ങൾ അറിയാം. മാനേജർ ഇവാനോട് ഇരിക്കാനായിട്ട് പറയും, ഇരിയടാ അവിടെ എന്ന് പറയും. പക്ഷേ ഇവാൻ കേൾക്കത്തില്ല. ഇവാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അന്നേരം പ്രിൻസിപ്പളോട് അങ്ങോട്ട് വരുന്നുണ്ട്. പ്രിൻസിപ്പൾ വന്നിട്ട് ഈ ഒരു മാനേജറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. കാരണം ഇവിടെ നിന്ന് എന്തായാലും കുട്ടികളുടെ നടി കിട്ടും, കുട്ടികളുടെ സ്വഭാവം എല്ലാം മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുള്ള ഒരുത്തനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തിനാ? അവനെ ഉപദ്രവിച്ചത് കൊണ്ടാണ്. എങ്ങനെ ഉപദ്രവിച്ചു? C5നെ ഈ ഒരു മാനേജർ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് C5 അങ്ങനെ ആത്മഹത്യ ചെയ്തത്. ഇപ്പൊ പ്രിൻസിപ്പൾ നോക്കി നിൽക്കി തന്നെ മാനേജർ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഏതോ ഒരു പയ്യൻ മാനേജറിന്റെ ദേഹത്തോട്ട് ഫുഡ് വലിച്ചെറിയും. അതിനർത്ഥം നമ്മുടെ ഇവാൻ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ പിള്ളേർക്ക് പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധിക്കാനായിട്ടുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഇത് പ്രിൻസിപ്പളിന് മനസ്സിലാവുന്നുണ്ട്. പ്രിൻസിപ്പൾ ഇവാനെ ഓഫീസിലോട്ട് വിളിക്കും. അങ്ങനെ ഇവാനെ ആരോ തൂക്കിയെടുത്തോണ്ട് വരികയാണ്. ഇവാനെ നല്ല രീതിയിൽ വിരട്ടുന്നുണ്ട്. നീ ഇവിടെ കിടന്ന് കൂടുതൽ വിളച്ചിലെടുക്കുകയാണെങ്കിൽ നിന്നെ ജയിലിലിടും, ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ല, നീ പുറം ലോകം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവാനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാനായിട്ട് കൂടെയുള്ള ടീച്ചറിനോട് പറയാണ്. കൂടെയുള്ള ടീച്ചർ ഇവാനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇതിനുശേഷം പ്രിൻസിപ്പൾ മാനേജറിനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് മാനേജറിനോട് ചോദിക്കും, ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? നിങ്ങൾ അവനെ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ വല്ലതും ചെയ്തോ എന്ന്. എന്നാൽ മാനേജർ കള്ളം പറയും. പക്ഷെ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാനേജറിനെ ജയിലിൽ ഇടുമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പൾ പറയുന്നത്. അതുമല്ല, മാനേജർ ഇനി ഈ സ്കൂളിൽ നിൽക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നവും, കുട്ടികളെല്ലാം കൂടെ പ്രതിഷേധിച്ച് വലിയ പ്രശ്നവും. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ സ്കൂളിൽ നിന്ന് പോകാനായിട്ട് പറയും. അങ്ങനെ മാനേജറിനെ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇത് കണ്ടുകൊണ്ട് കുറേയധികം കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ വന്നിട്ട് കൂവി ഓട്ടിക്കുകയാണ് ഈ ഒരു മാനേജറിനെ, ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം പ്രിൻസിപ്പൾ റൂമിൽ നിൽക്കുമ്പോൾ ഭാര്യ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പളിനോട് പറയാണ്, ഇതായത് കമ്മിറ്റി വരുന്നുണ്ട്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇവിടുത്തെ പിള്ളേരെ പുറത്ത് കൊണ്ടുപോകാനായിട്ടുള്ള സമയമായി. ഏതോ 2 പയ്യന്മാര്. അപ്പൊ ഇവന്മാരുടെ സ്വഭാവം നിരീക്ഷിക്കാനായിട്ട് ഒരു കമ്മിറ്റി വരുന്നുണ്ട്. അതുമല്ല ഇവിടെ നടന്ന കാര്യം, മാനേജറിനെ എന്തിനാ പിരിച്ചുവിട്ടെന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം കമ്മിറ്റിയോട് പറയാനായിട്ട് ഭാര്യ പറയുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൾ ഭാര്യനെ മൈൻഡ് ആകുന്നില്ല. പതിയെ ഭാര്യയുടെ അടുത്ത് വന്ന് ഭാര്യനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കമ്മിറ്റി വരികയാണ്. കമ്മിറ്റിയിൽ തന്നെ ഒരു മെയിൻ ലീഡർ ആയിട്ടൊരു ലേഡി ഉണ്ട്. ആ ലേഡിയോടാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. എന്നാൽ ഈ പ്രിൻസിപ്പൾ കറക്റ്റ് ആയിട്ടുള്ള സത്യങ്ങൾ പറയുന്നില്ല. മാനേജറിനെ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തല്ലോ, അത് നീന്തി രക്ഷപ്പെടാൻ നോക്കിയെന്നാണ് ഈ ഒരു പ്രിൻസിപ്പൾ അവരോട് പറയുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്. ഇവാനും അതുപോലെ തന്നെ ബഡ്ഡിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ഡിക്ക് ഒരാഴ്ചക്കകം ഇവിടെ നിന്ന് പോവാം. അവന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ 9 വർഷമായിട്ട് അവൻ ഈ ജയിലിലുണ്ടായിരുന്നു. ഇനി കുഴപ്പമില്ല, അവന് പോവാം. അതായത് കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു അവനെ വെറുതെ വിടാനായിട്ട്. കാരണം അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റി ബോട്ട് കയറി പോവാണ്. എന്നാൽ ആ ബോട്ടിൽ തന്നെ ഭാര്യയും കയറി പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, പ്രിൻസിപ്പൾ കറക്റ്റ് ആയിട്ടുള്ള സത്യം ഇവരോട് പറഞ്ഞില്ലല്ലോ. ഭാര്യ സത്യം പറയാനായിട്ട് പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ ഭാര്യയും പ്രിൻസിപ്പളിനെ കളഞ്ഞിട്ട് പിണങ്ങി പോവാണ്. അന്ന് രാത്രിയാകുമ്പോൾ ഇവാനും അതുപോലെ തന്നെ ബഡ്ഡിയും കൂടെ ഷെഡിൽ വന്നിരിക്കുന്നുണ്ട്. ഇവാന് വേണ്ടി ബഡ്ഡി ഒരു ലെറ്റർ എഴുതുകയാണ്. ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് എഴുതുന്നത്. മറ്റൊന്നുമല്ല, ഇവാൻ ജയിലിലല്ല, പകരം ഒരു ഷിപ്പിൽ ജോലിക്കായിട്ട് വന്നെയാണ്. കുറേയധികം കാര്യങ്ങൾ കാണാം, അവനൊരു പോലീസുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ലെറ്ററിൽ എഴുതുന്നത്. ഈ ഒരു ലെറ്റർ എഴുതാനായിട്ട് ബഡ്ഡി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ഡി പിരിഞ്ഞു പോകല്ലേ, ആ ഒരു ലെറ്ററിൽ എഴുതി ചേർക്കാനായിട്ട് ബഡ്ഡിയോട് പറയുന്നുണ്ട്. ആര്? ഇവാൻ പറയുന്നുണ്ട്, എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നാളെ പിരിഞ്ഞു പോവാണെന്ന്. അങ്ങനെ അതും ബഡ്ഡി എഴുതി ചേർക്കുന്നുണ്ട്. ഇതിനുശേഷം യവന്മാരെ പറഞ്ഞു വിടുന്ന ചടങ്ങാണ്. അതിന് യവന്മാരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ബഡ്ഡീനെ വിളിക്കും മുമ്പോട്ട്. അവനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട്. ഇത്രയും നാൾ ഇവിടെ പഠിച്ചതല്ലേ, എന്നാൽ അവനാണെങ്കിൽ അനങ്ങാപ്പാറയെ പോലെ അങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഇവാനാണെങ്കിൽ നിർബന്ധിച്ച് അവനെ പറഞ്ഞു വിടുകയാണ്. ഈ ഒരു പ്രിൻസിപ്പളിനോട് അവന് നല്ല ദേഷ്യമുണ്ട്. ആർക്ക്? ബഡ്ഡിക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം C5 മരണപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള കാരണം കമ്മിറ്റിയോട് പറഞ്ഞില്ലല്ലോ. ആ ഒരു മാനേജറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്തത്. അത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും മാനേജർ ജയിലിൽ പോയനെ. പക്ഷെ അങ്ങനെ ചെയ്തില്ലല്ലോ. ആ ഒരു ദേഷ്യം നമ്മുടെ ബഡ്ഡിക്ക് പ്രിൻസിപ്പളിനോടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ചിട്ടാണ് പെരുമാറുന്നത്. എന്തായാലും ബഡ്ഡിയുടെ കൂടെ വേറൊരു പയ്യനും കൂടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പോകുന്നുണ്ട്. ഒരു മൊയിലിനെ വളർത്തുന്ന പയ്യനില്ലേ, അവനാണെങ്കിലും മനസ്സിൽ വെറുപ്പൊന്നും വെക്കാതെ പ്രിൻസിപ്പളിനോട് ബായ് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് ബഡ്ഡി ആണെങ്കിൽ വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാത്റൂമിൽ വരുമ്പോൾ അവിടെ തന്നെ ആ ഒരു മാനേജർ നിൽപ്പുണ്ട്. അതിനർത്ഥം ഈ പ്രിൻസിപ്പൾ ആണെങ്കിൽ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരത്തേക്ക് മാനേജറിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അതിപ്പോ നമ്മുടെ ബഡ്ഡിക്ക് മനസ്സിലായി. മാനേജറിനെ നല്ല കലിപ്പിച്ച് നോക്കിയിട്ടാണ് ബഡ്ഡി അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്നത്. എന്നാൽ മാനേജർ തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ബഡ്ഡിയോട് തോർത്ത് ചോദിക്കും. അവിടെ ഇട്ടേക്കുന്ന ടവലില്ലേ അത് ചോദിക്കും. അങ്ങനെ അതെടുത്ത് കൊടുക്കുകയാണ്. നല്ല ദേഷ്യം ഉണ്ടെങ്കിലും എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ബഡ്ഡിയും അതുപോലെ
തന്നെ ആ പയ്യനും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ബഡ്ഡി ഒരു കാര്യം കാണുന്നത്. അതായത് ഈ ഒരു മാനേജർ ഉണ്ടല്ലോ, അങ്ങേരാണെങ്കിൽ ഷെഡിൽ നിന്ന് ഒരു പന്നീനെ പിടിച്ച് ഉപയോഗിക്കുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഇവർ പന്നീനെ വളർത്തുന്നുണ്ട്, ആ പന്നീനെ വേറൊരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് മാനേജർ. ഇത് കാണുമ്പോൾ നമ്മുടെ ബഡ്ഡിക്ക് സഹിക്കത്തില്ല. അവൻ ശിക്ഷാ കാലാവധി കഴിഞ്ഞെന്ന് പോലും മറന്നിട്ട് വന്നിട്ട് ഈ ഒരു മാനേജറിനെ ഉണ്ടല്ലോ താഴെ പിടിച്ചിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങും. എല്ലാ കുട്ടികളും ചുറ്റും കൂടി നിന്ന് അങ്ങനെ കാണുകയാണ്. വേറെ കുറെ ആൾക്കാർ വന്നിട്ട് ബഡ്ഡിനെ പിടിച്ചു വെക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഇത് കാണുന്ന ഇവാൻ വെറുതെ വിടത്തില്ല. ഇവാൻ ചാടി ഇറങ്ങിയിട്ട് തിരിച്ച് പോരാടുകയാണ്. പക്ഷെ എത്രയെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക. കുറേയധികം ആൾക്കാർ വന്ന് ഇവരെ അടിച്ച് ഉറക്കുകയാണ്, അല്ലെങ്കിൽ മയക്കി കളയാണ്. പിന്നീട് അവന്മാരെ രണ്ടിനെയും പൊക്കിയെടുത്ത് ഒരു സെല്ലുണ്ട്, ഒരു പ്രത്യേക സെല്ല്, അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പൂട്ടിയിടും. ഒരു കട്ടിലിന്റെ മുകളിൽ നെറ്റ് വെച്ച് കവർ ചെയ്യാനായിട്ട് പറ്റും, വലിയ കമ്പികൾ വെച്ചിട്ട്. ആ ഒരു കട്ടിലിൽ നിന്ന് അവന്മാർക്ക് രണ്ടുപേർക്ക് എണീറ്റ് പോകാനായിട്ട് പറ്റത്തില്ല. അതേപോലെ പൂട്ടിയിട്ടേക്കാണ് അവന്മാർ രണ്ടിനെ. അതുപോലെ തന്നെ ബഡ്ഡിക്ക് ഇനി പുറത്തു പോകാനായിട്ട് സാധിക്കത്തില്ല, കാരണം അവൻ വീണ്ടും തെറ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും കുറേയധികം ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവന്മാരെ ജയിലിൽ കിടന്ന് മടുത്തു. അത് തകർക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ കുറെ ദിവസം കഴിയുമ്പോഴായിരിക്കും ഇവന്മാരെ നോക്കാനായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി വരിക. അതായത് അത്യാവശ്യം പ്രായമുള്ള ഒരു പയ്യനാണ്, എന്നാൽ അവനും ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. വർഷങ്ങളായിട്ട് ടീച്ചർമാര് അവനെ ചവിട്ടി തേച്ചിട്ടേക്കാണ്. അവനോട് നമ്മുടെ ബഡ്ഡിയും അതുപോലെ തന്നെ ഇവാനും ഇവർ കിടക്കുന്ന ആ ഒരു സെല്ല് തുറന്നു വിടാനായിട്ട് പറയും. കട്ടില് പോലെ പൂട്ടിട്ടേക്കുന്ന അതില്ലേ, അത് തുറന്നു വിടാനായിട്ട് പറയും. അങ്ങനെ അവന്മാർ രണ്ടുപേരും തുറന്നു വിടുകയാണ്. പുറത്തോട്ട് പോകാനുള്ള സെല്ല് പൂട്ടുകയാണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്തായാലും അവന്മാർ രണ്ടുപേരും കൂടെ കട്ടിലിൽ നിന്ന് പുറത്തിറങ്ങി താഴെ ഇരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും അവർക്ക് കുറച്ച് സമാധാനം കിട്ടുക. പിന്നീട് വീണ്ടും ദിവസം കടന്നു പോകുമ്പോൾ ഒരു ദിവസം മാനേജർ അവന്മാരെ നോക്കാനായിട്ട് വരികയാണ്. എന്നാൽ നമ്മുടെ ഇവാനാണെങ്കിൽ മാനേജറിനെ പെട്ടെന്ന് തന്നെ കോളറിന് കയറി പിടിക്കും. എന്നിട്ട് വലിച്ച് ജയിലിനുള്ളിലോട്ട് ഇടാനായിട്ട് നോക്കുകയാണ്. അതായത് ഇവരുടെ ഇടയ്ക്ക് ഒരു കമ്പി പോലത്തെ സംഭവമുണ്ട്, ഡോറില്ലേ കമ്പി, സെല്ലില്ലേ, അത് തന്നെ. അതിന്റെ ഇടയിൽ പിടിച്ചു വെച്ചിട്ട് കയ്യിലുള്ള താക്കോല് തട്ടിപ്പറിക്കാനായിട്ട് നോക്കുകയാണ്. ബഡ്ഡി കൂടെ ഒന്ന് സഹായിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടെ ആ താക്കോല് തട്ടിപ്പറിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആ വാതിലിന്റെ പൂട്ട് തുറന്നിട്ട് അത് വലിച്ചു തുറക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ബഡ്ഡിയുടെ കാല് ഇതിന്റെ ഇടയിൽ പെട്ടുപോവാണ്. പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെ എടുത്തിട്ട് ഈ ഒരു മാനേജറിനെ തള്ളി മാറ്റി അത് തുറക്കുകയാണ്. എന്നാൽ മാനേജർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. ഇവന്മാർ വിടത്തില്ല, പിന്നാലെ തന്നെ ഓടുകയാണ്. അങ്ങനെ മാനേജറിന്റെ പിന്നാലെ ഇവന്മാർ രണ്ടുപേരും കൂടെ ഓടുന്ന കാര്യം മുകളിൽ, അതായത് ബിൽഡിങ്ങിന്റെ മുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ കാണും. ഇവന്മാർ ഇത് നോക്കി നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് സാറ് വന്നിട്ട് ഇവന്മാരോട് ഇരിക്കാനായിട്ട് പറയുന്നത്. പക്ഷേ ഇവന്മാരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തിനി സാറ് പറയുന്നത് കേൾക്കണം, ഇവന്മാരെ അടിച്ച് താഴ്ത്തി അങ്ങനെ ഇട്ടേക്കുമല്ലേ. ഇവന്മാർ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. സാറ് ലാസ്റ്റ് വിറച്ചങ്ങനെ നിന്ന് പോവുകയാണ്. ഇവന്മാരെല്ലാരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ അടിച്ച് തകർത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇനി സാറന്മാര് പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ, പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മാനേജർ ആണെങ്കിൽ ഇവന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് അവിടെ തന്നെ പന്നികളെ വളർത്തുന്ന ആ ഒരു ഷെഡില്ലേ അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോറും പൂട്ടുന്നുണ്ട്. കുറെ അധികം പിള്ളേർ വന്നിട്ട് ആ ഡോറ് തല്ലി തകർക്കാനായിട്ട് നോക്കുകയാണ്. നമ്മുടെ ബഡ്ഡിയും കൂടെ തന്നെ ഉണ്ട്. വേറെ കുറെ പിള്ളേരാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് കുറെ അധികം സാധനങ്ങൾ വലിച്ചു വാരി തിന്നുന്നുണ്ട്. അതുപോലെ വേറെ കുറെ ആൾക്കാർ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇവന്മാരുടെ ടീച്ചർമാരെ തന്നെ അടിക്കുകയാണ്. ഇപ്പൊ മാനേജറിനെ കാണിക്കുവാണെങ്കിൽ ആ ഫാമിനുള്ളിൽ മാനേജർ മാത്രമല്ല, പകരം ഇവർ അടിച്ച് താഴ്ത്തിയിട്ടേക്കുന്ന ഒരു പയ്യനും ഉണ്ട്. അവനാണെങ്കിൽ താഴ്ന്ന് വലിയൊരു ആയുധം എടുക്കുന്നുണ്ട്. എന്തോ ഒരു ആയുധമാണ്, അതെടുത്തിട്ട് മാനേജറിനെ ഒറ്റ അടിയാണ്, അടിച്ച് താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് പതിയെ വന്ന് ഡോറ് തുറക്കുമ്പോൾ പുറത്ത് കുറെ അധികം ആൾക്കാർ നിൽപ്പുണ്ട്. പിള്ളേരാണ്. അവന്മാരുടെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ പിള്ളേരാണെങ്കിൽ അകത്തോട്ട് വന്ന് നോക്കുമ്പോൾ മാനേജർ കിടപ്പുണ്ട്. ഒരെണ്ണം വെറുതെ വിടത്തില്ല, മാനേജറിനെ ചവിട്ടി കൂട്ടാനായിട്ട് തുടങ്ങും. കാരണം ഒരു പയ്യനെ പീഡിപ്പിച്ച് കൊന്ന ആളാണ്. അത് മറച്ചു വയ്ക്കാനായിട്ട് പ്രിൻസിപ്പളും നോക്കി. അപ്പൊ പ്രിൻസിപ്പളിനെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുത്തത് പ്രിൻസിപ്പളിനായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. എന്തായാലും അവന്മാരെല്ലാരും കൂടെ സംഘം കൂടി പ്രിൻസിപ്പളിന്റെ ഓഫീസിന്റെ പുറത്ത് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ പുറത്തോട്ട് ഇറങ്ങി വരും. അത് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. നഴ്സ്, അതുപോലെ തന്നെ ഭക്ഷണം വേവിക്കുന്ന ആൾക്കാർ, പിന്നെ അങ്ങനെ വേറെ കുറെ പാവങ്ങളായിട്ടുള്ള മനുഷ്യർ. ആ മനുഷ്യർ ഇതെല്ലാം കൂടെ കണ്ട് പേടിച്ചിട്ട് അവിടെ ഓടി രക്ഷപ്പെടും. എന്നാൽ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഈ പിള്ളേരുടെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇവൻ വന്ന് ഇയാളെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കും. എന്തിനാണോ സത്യങ്ങൾ മറച്ചു വെച്ചത്? സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? നിങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്തില്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നാലെ ചെല്ലും. പ്രിൻസിപ്പളും ഒരക്ഷരം മിണ്ടാതെ നടന്ന് കരയ്ക്ക് ചെല്ലുകയാണ്. അവിടെ തന്നെ അവർക്കൊരു ബോട്ടുണ്ട്, ഒരു ചെറിയ മോട്ടറുള്ള ബോട്ട്. ആ ഒരു ഷിപ്പിൽ കയറി ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് പോവാണ്. അതായത് നഴ്സ്, പ്രിൻസിപ്പൾ, പിന്നെ വേറെ കുറച്ച് ആൾക്കാർ. പക്ഷേ അവന്മാർ ചെയ്തത് മണ്ടത്തരമാണ്. പ്രിൻസിപ്പൾ പുറത്ത് പോയിട്ട് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവന്മാരെ പിടിക്കാനായിട്ട് പോലീസ് വരും. എന്നാൽ ഇത് അവന്മാർ ചിന്തിച്ചിട്ടില്ല. പ്രിൻസിപ്പളിനെ പറഞ്ഞു വിട്ടു. ഇതേ നേരം തന്നെ ഒരു ഷെഡില്ലായിരുന്നോ, പന്നികളെയൊക്കെ വളർത്തുന്ന ഷെഡ്. ആ ഷെഡിനുള്ളിൽ കുറെ അധികം പിള്ളേരാണെങ്കിൽ മാനേജറിനെ കഴുത്തിൽ കയർ കെട്ടിയിട്ട് വലിച്ചു തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഷെഡും തീയിടാണ്. എന്നാൽ അപ്പോഴായിരിക്കും ഇവാൻ അങ്ങോട്ട് വരുന്നത്. ഇവാൻ വന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് പറയും. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന പിള്ളേരോട് അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് പറയാണ്. കാരണം ഷെഡ് നല്ല രീതിയിൽ കത്തുന്നുണ്ട്, അതപ്പോ ആണെങ്കിൽ പൊളിഞ്ഞവന്മാരുടെ മുകളിലൂടെ വീഴാം. അതുകൊണ്ട് തന്നെ ഈ പിള്ളേരെല്ലാരും കൂടെ അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്നാൽ ഈ തീയുടെ ഇടയിൽ ഈ മാനേജറിനെ ഇടാനായിട്ട് ഇവാന് വലിയ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ മാനേജറിനെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. മാനേജറിന്റെ മുഖത്തൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും പാവം തോന്നിയിട്ട് അങ്ങനെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നിടുന്നുണ്ട്. പിന്നീട് ഇവാനും അതുപോലെ
അതുപോലെ തന്നെ ബഡ്ഡിയും വേറെ കുറച്ച് ആൾക്കാരും കൂടെ പ്രിൻസിപ്പളുടെ ഓഫീസിൽ പോയിരിക്കും. അപ്പോഴായിരിക്കും അവിടുത്തെ ഫോൺ റിങ് ചെയ്യുക. ഇവാൻ പതിയെ പേടിച്ച് ഫോൺ എടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് മറുപടിയൊന്നുമില്ല. പക്ഷെ ഇവാൻ അങ്ങോട്ട് മാസായിട്ട് പറയുകയാണ്, ഞാൻ ഇവിടുത്തെ ജയിലിന്റെ രാജാവാണ് വിളിക്കുന്നത്, ഈ രാജ്യത്തിന്റെ രാജാവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്തൊക്കെയോ കുറെ മാസമായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇനി ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. ഇവരെ തേടി എന്തായാലും പോലീസ് വരും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ ഇവാനും ബഡ്ഡിയും വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഷെഡിൽ വന്നിട്ട് ആ ഒരു ബോട്ട് എടുക്കുകയാണ്. അവിടെ തന്നെ ഇവാൻ അന്ന് രക്ഷപ്പെട്ട ബോട്ടുണ്ട്. അത് തിരിച്ച് പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് ആ ചങ്ങലൊക്കെ പൊളിച്ച് ഡോറൊക്കെ തുറന്ന് ആ ഒരു ബോട്ടും എടുത്തിട്ട് പുറത്തോട്ട് വരാം. എന്നാൽ പുറത്തവന്മാർ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. കാരണം അത് ഐസ് ആയിട്ടുണ്ട്. പഴയതുപോലെ വെള്ളമല്ല, നല്ല രീതിയിൽ ഐസ് ആയിട്ടുണ്ട്. ഇവന്മാർ ഈ ബോട്ടും വലിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും ദൂരെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ ദൂരെ ഒരുപാട് മഞ്ഞാണ്. പതിയെ ആ വലിയ സാധനം അടുത്തടുത്ത് വരികയാണ്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, അതൊരു വലിയ ഷിപ്പാണ്. അതിനുള്ളിൽ കുറേയധികം പോലീസുകാർ നിൽപ്പുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാ ആൾക്കാരും കൂടെ അവിടെ നിന്ന് പേടിച്ചോടുകയാണ്. ഇവന്മാരെ പിടിക്കാനായിട്ടാണ് ആ പോലീസുകാർ വന്നേക്കുന്നത്. ഒരു പട പോലീസുകാർ തന്നെ ഉണ്ട്. എന്തായാലും ഇവന്മാർക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവന്മാർ അവിടെ നോടുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ബഡ്ഡിയും അതുപോലെ തന്നെ ഇവാനും പിന്നെ ബുള്ളിയും കൂടെ ഒരു സൈഡിലോട്ട് ഓടും. വേറെ കുറെ പിള്ളേർ വേറെ സൈഡിലോട്ട് ഓടും. എന്നാൽ നമ്മുടെ ബഡ്ഡിനെയും ഇവാനെയും പോലീസുകാർ കണ്ടിട്ടില്ല. പോലീസുകാർ ബാക്കിയുള്ള പിള്ളേരുടെ പിന്നാലെ ചെന്നിട്ട് ഓരോന്നിനെയായിട്ട് തൂക്കി സ്കൂളിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുകയാണ്. അതുപോലെ തന്നെ മാനേജർ ചത്തിട്ടില്ല. അങ്ങേരെ കുറച്ച് നേഴ്സുമാർ എടുത്തോണ്ട് പോകുന്നുണ്ട്. അതായത് ഈ പോലീസുകാരുടെ കൂട്ടത്തിൽ തന്നെ വന്ന നേഴ്സാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഇവാനും അതുപോലെ തന്നെ ബഡ്ഡിയും പിന്നെ ബുള്ളിയും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ അവന്മാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസുകാരുടെ ശബ്ദം കേൾക്കുന്നത്. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ബുള്ളിയാണെങ്കിൽ ഒരു ത്യാഗം ചെയ്യാണ്. ഒരു സൈഡിലോട്ട് ഓടി അങ്ങ് മാറിപ്പോവും. പോലീസുകാർക്ക് മനഃപൂർവ്വം തന്നെ ശ്രദ്ധ കൊടുക്കുകയാണ്. പോലീസുകാരുടെ ശ്രദ്ധ ഇവാനിൽ നിന്നും അതുപോലെ തന്നെ ബഡ്ഡിയിൽ നിന്ന് തിരിക്കാനായിട്ട് ബുള്ളി അങ്ങനെ ചെയ്തതാണ്. ബുള്ളി ഓടുന്ന നേരത്ത് കുറേയധികം പോലീസുകാർ ബുള്ളിയുടെ പിന്നാലെ ചെല്ലും. ഈ ബുള്ളീനെ അവർക്ക് പിടിക്കാനായിട്ടും കിട്ടുന്നില്ല. അവസാനം തോക്കെടുത്ത് പോലീസുകാർ ബുള്ളിയുടെ കാലിൽ ഷൂട്ട് ചെയ്ത് അവനെ പിടിക്കുകയാണ്. എന്നിട്ട് തൂക്കി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇവാനും ബഡ്ഡിയും കൂടെ പോലീസുകാരൊന്നും കാണാതെ കടലിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കടലിലെ ജലം എല്ലാം നല്ല ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ്. അതിൽ കൂടെ നടക്കാനായിട്ട് തുടങ്ങും, ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മുടെ ബഡ്ഡിക്ക് നല്ല രീതിയിൽ ഓടാനായിട്ട് പറ്റുന്നില്ല. കാരണം നേരത്തെ ജയിലിൽ വെച്ച് അവന്റെ കാല് ആ ഒരു ജയിലിന്റെ വാതിലിനകത്ത് കുടുങ്ങിപ്പോയില്ലായിരുന്നോ. അതുകൊണ്ട് തന്നെ ആ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉന്തിയാണ് നടക്കുന്നത്. ബഡ്ഡി ഒരു സ്ഥലത്ത് വന്ന് മറിഞ്ഞു വീഴുമ്പോൾ ഇവാൻ വിട്ടുകൊടുക്കത്തില്ല. ബഡ്ഡീനെ എടുത്ത് തോളിലിട്ടിട്ട് ഇവാൻ അവിടെ നിന്ന് നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എങ്ങനെയൊക്കെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ താഴെയുള്ള ഐസ് പാളി പൊളിയാനായിട്ട് തുടങ്ങുകയാണ്. ആ ശബ്ദം അവർക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ്ഡീനെ താഴെ ഇറക്കുകയാണ്. ഇപ്പൊ ഈ ഐസ് പാളിയുടെ മുകളിൽ അങ്ങനെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും താഴെ കിടക്കുകയാണ്. ആദ്യം തന്നെ ബഡ്ഡി പതിയെ അപ്പുറത്തോട്ട് ഇഴഞ്ഞു പോകുകയാണ്. എന്നാൽ താഴെയൊക്കെ വെള്ളം കിടപ്പുണ്ട്. ആ വെള്ളത്തിലൂടെ എങ്ങനെയൊക്കെ വലിഞ്ഞു അപ്പുറം ചെല്ലും. അപ്പുറത്തുള്ള പൊട്ടാത്ത ഐസ് പാളിയിൽ ചെല്ലും. അടുത്തതായിട്ട് ബഡ്ഡിയാണ് വരാനായിട്ട് പോകുന്നത്. അവൻ അങ്ങനെ പതിയെ ഇഴഞ്ഞു വഴുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ ഒരു ഐസ് പാളി പൊളിഞ്ഞ് അവൻ താഴെ പോകുന്നത്. പെട്ടെന്ന് തന്നെ ബഡ്ഡി ആണെങ്കിൽ അവനെ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവനെ മുകളിലോട്ട് പിടിച്ചു വലിക്കും. പക്ഷേ ബഡ്ഡി ആണെങ്കിൽ വിട്ടുകൊടുക്കത്തില്ല. ഇവാനെ മുറുകെ പിടിക്കുകയാണ്. വലിച്ചു കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും നടക്കുന്നില്ല. അവസാനം ഇവാന് തന്നെ മനസ്സിലായി ബഡ്ഡീന്റെ ദേഹത്ത് അങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടന്നാൽ ബഡ്ഡി എന്തായാലും വെള്ളത്തിൽ വന്ന് വീണ് ബഡ്ഡി മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവാൻ അവസാനമായിട്ട് ബഡ്ഡിയോട് ഒരു കാര്യം പറയാണ്. അവൻ ഇത്രയധികം ലെറ്റർ എഴുതിയത്, അല്ലെങ്കിൽ ഓരോ കാര്യം ഇങ്ങനെ പറയത്തില്ലേ, ഞാൻ ഇവിടെ പോയി ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ലെറ്റർ എഴുതിയത് മറ്റൊരാളെടുത്തും അല്ല, അവന്റെ അനിയത്തിയുടെ അടുത്താണ്. അവന് വേണ്ടി കാത്തിരിക്കാനായിട്ടൊരു അനിയത്തിയുണ്ട്, അല്ലാതെ കാമുകിയോ വേറെ ആരും ഒന്നും അല്ല. ഇത് പറഞ്ഞിട്ട് ഇവാനാണെങ്കിൽ ബഡ്ഡിയുടെ കയ്യിൽ നിന്ന് വിടുകയാണ്. എന്നിട്ട് പതിയെ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോവും. അവന്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ അങ്ങനെ അവിടെ തന്നെ മുങ്ങി മരിക്കുകയാണ്. ഇത് കാണുന്ന ബഡ്ഡിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കുറെ നേരം വിഷമിച്ച് അങ്ങനെ നിൽക്കുമെങ്കിലും പോലീസുകാർ വരുമെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നോടുകയാണ്. കട്ട് ചെയ്താൽ കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ ബഡ്ഡി ആണെങ്കിൽ ഒരു ഷിപ്പിൽ കണ്ണ് തുറക്കുന്നുണ്ട്. അവൻ പതിയെ ആ ഷിപ്പിന്റെ മുകളിലോട്ട് വരുമ്പോൾ അവൻ പണ്ട് ജയിലിൽ കിടന്ന ആ ഒരു ഐലൻഡ് അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്ന് അവൻ എങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ്. ഇപ്പൊ അവൻ ഷിപ്പിൽ ആ ഒരു ഐലൻഡ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അവൻ ആ ഐലൻഡ് നോക്കി നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.